ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിഷ്വൽ പെർസെപ്ഷനെ കുറിച്ചാണ്. പെർസെപ്ഷനും അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില വർക്ക്ഷീറ്റ്സുകളുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് വിഷ്വൽ പെർസെപ്ഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് വിഷ്വൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ അതിൽ വിഷ്വൽ പെർസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരു കാഴ്ചയെ, ഒരു വിഷനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിഷ്വൽ പെർസെപ്ഷൻ ഇരിക്കുന്നത്. അതായത് നമ്മളിപ്പം ഒരു വസ്തു കാണുമ്പോൾ അത് ഏത് രീതിയിലാണോ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നമ്മൾ അതിനെ പെർസെപ്റ്റ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വിഷ്വൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ചില മൈൽഡ് ഓട്ടിസം കേസസ്, അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കേസ്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കേസ്, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വിഷ്വൽ പെർസെപ്ഷനിൽ കാര്യമായിട്ടുള്ള ഡിഫക്റ്റ് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പം അവർക്ക് ഇത്തരത്തിലുള്ള വർക്ക്ഷീറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് വിഷ്വൽ പെർസെപ്ഷൻ്റെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് മൂലം ബാക്കി വരുന്ന, നമ്മൾ ജനറലി കണ്ടുവരുന്ന വിഷ്വൽ പെർസെപ്ഷനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറക്കുവാനും ഇത്തരം വർക്ക്ഷീറ്റുകൾ സഹായിക്കും. അപ്പോൾ നമുക്ക് വർക്ക്ഷീറ്റുകളൊന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക്ഷീറ്റാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 4 ഭാഗത്തേക്കായിട്ടുള്ള ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം കളറുകളും നൽകിയിട്ടുണ്ട്. അപ്പം ആ ആരോ മാർക്ക് കൃത്യമായി ശ്രദ്ധിക്കുക. അതിനുശേഷം അതിനനുയോജ്യമായ കളറ് താഴെ കാണുന്ന ഡിസൈൻസിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വർക്ക്ഷീറ്റ് വരുന്നത്. രണ്ടാമത്തെ വർക്ക്ഷീറ്റും അതുപോലെ തന്നെ ആരോ സിമ്പിളുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ആരോ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വലതുഭാഗത്തുള്ള ആരോ മാർക്ക് തമ്മിൽ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ വർക്ക്ഷീറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ചില ഡോട്ട്സ് ഉണ്ട്. അതിൽ ചില ഡോട്ട്സ് മാത്രം ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് കുട്ടി മനസ്സിലാക്കിയതിന് ശേഷം റൈറ്റ് സൈഡിൽ വരുന്ന ഡോട്ട്സിൽ അതുപോലെ തന്നെ നോക്കി വരയ്ക്കുക എന്നുള്ളതാണ് ഈ വർക്ക്ഷീറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള അടുത്ത വിഷ്വൽ പെർസെപ്ഷൻ വർക്ക്ഷീറ്റാണിത്. അതായത് 1 മുതൽ 8 വരെയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഓരോ നിറങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കാണുന്ന കളേഴ്സിൻ്റെ നേരെ ഏത് നമ്പറാണോ വരിക അത് മുകളിലെ കോളംസിൽ നോക്കി കറക്റ്റായിട്ട് ഇവിടെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വർക്ക്ഷീറ്റിൽ വരുന്നത്. അടുത്ത വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 4 ഫ്രൂട്ട്സിൻ്റെ ചിത്രം മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ചില ലൈൻസും അതുപോലെ തന്നെ സർക്കിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫ്രൂട്ട്സിന് നേരെ താഴെയായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന സിമ്പിൾസ് ഏതാണെന്ന് നോക്കി അത് കറക്റ്റ് അവിടെ എടുത്ത് വരയ്ക്കുകയോ എഴുതുകയോ ചെയ്യുക എന്നുള്ളതാണ് ഈ ടാസ്ക്. അടുത്തത് ഇതേപോലെ തന്നെ ഒരു പാറ്റേൺ ബേസിലാണ് ഇവിടെ നിറങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാറ്റേൺസ് കറക്റ്റ് ഫോളോ ചെയ്ത് കറക്റ്റ് കോളങ്ങളിൽ തന്നെ ആ കളർ നോക്കി സെലക്ട് ചെയ്ത് നൽകുക എന്നുള്ളതാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നമ്മൾ നേരത്തെ ഡോട്ട്സിൻ്റെ ഒരു വർക്ക്ഷീറ്റ് കണ്ടിരുന്നില്ലേ, അതിൽ പറഞ്ഞിരിക്കുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഡോട്ട്സ് കളർ ചെയ്തിട്ടുണ്ട്. അത് ഏത് ഡോട്ട്സ് ആണെന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വലതുഭാഗത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സർക്കിളിൽ കളർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ പേപ്പർ കണ്ടാൽ ഇതിൽ N എന്ന ലെറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുക. പക്ഷേ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്കിതിൽ M എന്നൊരു ലെറ്റർ കൂടി കാണാം. അപ്പം ആ M എവിടെയൊക്കെയാണുള്ളതെന്ന് കറക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് കളർ ചെയ്യുക അല്ലെങ്കിൽ സർക്കിൾ ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സർക്കിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ സർക്കിളിന് ബ്ലൂ, കുറച്ച് വലുതിന് ഓറഞ്ച്, ഏറ്റവും വലിയ സർക്കിളിന് ഗ്രീൻ എന്ന രീതിയിൽ മുകളിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് താഴെ കൊടുത്തിരിക്കുന്ന സർക്കിൾസ് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് കളർ ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.